ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുയൽ ഫ്രൈ ആണ്. അതിനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുത്ത് പെരിഞ്ചീരകമാണ് അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതിലോട്ട് ഇനി പൊളിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ സവോള കൂടി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഇറച്ചിയാണ്. അതുകൊണ്ടാണ് എല്ലാം കുറേശ്ശെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എടുത്തോണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങടെ ചതച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അത് വീഡിയോ എൻ്റെ കയ്യിൽ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. എന്നിട്ട് മുയലിറച്ചി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുയലിറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടണേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലകൾ റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉലുവ, പെരുംജീരകം ഇത്രയും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അത് അളവിനനുസരിച്ചാണ്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ശേഷം ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന മീറ്റ് മസാലയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്ത് എടുക്കുക കേട്ടോ. വറുത്ത് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ മുയലിറച്ചി ഫ്രൈ എങ്ങനെ വെന്ത് കിട്ടിയെന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പൊടിച്ചെടുത്ത മസാലകൾ നമ്മുടെ മുയൽ ഫ്രൈയിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേ മസാലയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേണ്ട നമ്മുടെ ഫ്രൈ ഇതേണ്ട ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് ആവാൻ വേണ്ടി ഇത് കണ്ടോ. നന്നായിട്ട് ആ ഗ്രേവി എല്ലാം അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഇതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വേവുന്നതോടെ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേണ്ട നമ്മുടെ മുയൽ ഫ്രൈ ഇത് ഈ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുയൽ ഫ്രൈയിലോട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുന്ന തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ നമ്മുടെ മുയൽ ഫ്രൈ ഒക്കെ ഇതേണ്ട നല്ല തിളച്ച് മറിഞ്ഞ് വെന്ത് ആ ഗ്രേവി കിടന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മുയൽ ഫ്രൈ ഈ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുയൽ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.